ബാക്ക് ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീനാണ്. കാര്യമായിട്ട് പറയാൻ അതിന് മാത്രം റൂട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ 3 days സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേസ് വാഷാണ്. ഞാൻ നോർമലി യൂസ് ചെയ്യുക ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് ഹിമാലയയുടെ. പിന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ മിനിമൽ ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒക്കെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നത് ഈ സെറ്റാഫിലിൻ്റെയും ഈ മോയ്സ്ചറൈസർ ക്രീമും പിന്നെ അതുപോലെ തന്നെ ഈ സൺസ്ക്രീമുമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാം ഇന്നത്തെ എൻ്റെ റൂട്ടീൻ എന്താണെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെറുതായിട്ട് ടോണറാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടോണർ ഈ റോസ് വാട്ടറാണ്. ഞാൻ ചിലപ്പോൾ നാട്ടിൽ നിന്ന് റോസ് വാട്ടർ കൊണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ യോഗാശ്രമത്തിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കിട്ടിയതാണ്, ഫേസ് മിസ്റ്റ്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ റോസ് വാട്ടർ മുഖത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി അത് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. അതുപോലെ എന്തെങ്കിലും കിച്ചണിൽ പെട്ടെന്ന് ബിസിയുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ പോയിട്ടൊരു ടീ ഉണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് തോന്നുന്നു. എനിക്കിങ്ങനെ ചെറുതായിട്ട് ഡ്രൈ ആയ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മോയ്സ്ചറൈസറും എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ എല്ലാ പ്രൊഡക്റ്റും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഓൺലി ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ക്രീം മാത്രമാണ് അപ്ലൈ ചെയ്യാറുള്ളൂ ഫേസിൽ. യൂഷ്വലി ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീന് സ്റ്റോപ്പ് ആവും. പക്ഷെ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ റൂമിലാണെങ്കിലും സൺസ്ക്രീൻ എല്ലാവരും അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. ഞാൻ വീട്ടിലൊക്കെ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അങ്ങനെ സൺസ്ക്രീനും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകും. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഒന്ന് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സൺസ്ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത്ര സൺസ്ക്രീം. അതുപോലെ തന്നെ ഞാൻ ഈ ചെറിയൊരു പാക്കാണ് എൻ്റെ ഉള്ളത്. അപ്പം ഞാൻ സൺസ്ക്രീം അപ്ലൈ ചെയ്യാം. സൺസ്ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ലിപ് ഗ്ലോ ആണ്. ഇത് സെബാമെഡിൻ്റെ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൂട്ടീന്. അപ്പം ഞാൻ ചെയ്ത സ്കിൻ കെയർ റൂട്ടീനിൽ തന്നെ ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ട രീതികളും ക്വാണ്ടിറ്റി എടുക്കുന്നതിലൊക്കെ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൺസ്ക്രീം തന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ 2 ഡബിൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുക എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഈ 2 ബാഗുകളിലാണ് ഞാൻ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ
ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ ഈ മെബിലിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ തന്നെ കൺസീലറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫിനിഷ് ചെയ്യാനായിരിക്കുന്നു. അപ്പോൾ ഇത് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡറാണ്. ഇതും ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ഫിറ്റ്മി അത് തന്നെയാണ്, ആ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെയാണ്. ഇതൊരു ബ്രൗൺ കളറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാറ് ഉള്ളത്, പക്ഷേ ഞാൻ പൊതുവേ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ എന്നാലും എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് ബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഐലൈനറാണ്. ഇതൊരു ലിക്വിഡ് ടൈപ്പാണ് ഇത് വരുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇസഡോറയുടെ ഒരു മസ്കാരയാണ്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി കാണിക്കുന്നത് എൻ്റെ ബ്ലഷസ് ആണ്. അത് എൻ്റെ കയ്യിൽ കുറച്ച് അധികം ഉണ്ട്. എൻ്റെ കയ്യിലൊരു പിന്നെ ഹൈലൈറ്റേഴ്സും ഉണ്ട്. ഞാനത് ഒക്കെ കൂടി ഒരുമിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു ഹൈലൈറ്ററാണ് ഇക്ലെറ്റിൻ്റെ. ഇത് ഞാൻ ഇന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എനിക്ക് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇത് കിക്കോൻ്റെ ഒരു ബ്ലഷാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് റോസ് ബെല്ലയുടെ ഒരു പാലറ്റാണ്. ഇതിൽ ഈ ഷെയ്ഡ്സാണ് വരുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആകെയുള്ളത് എൻ്റെ ഒരു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ ഒരു കോമ്പും മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ടും വരുന്നത് ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള മെയിനായിട്ടുള്ള 2-3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മേബിലിൻ്റെ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന അധികം പ്രൊഡക്ട്സും മേബിലിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ മാറ്റി പ്രൊഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യാറില്ല. ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഞാൻ രണ്ടാമതും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ പുതിയത് ട്രൈ ചെയ്യുന്നത് ഞാൻ അങ്ങനെ കുറവാണ്. അപ്പോൾ ഇത് 2 ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഒന്ന് ഈ ടൈപ്പ് വരുന്നതുണ്ട്. ഇത് ഇസഡോറയുടെയാണ്. അങ്ങനെ ഇനി എൻ്റെ ഒരു ലിപ് ലൈനറാണിത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായി. പക്ഷെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നാട്ടിൽ നിന്ന് മേടിച്ച ഒരു ഡെസലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. പിന്നെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു മിറർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ്.